ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 101 കറിക്ക് തുല്യമായിട്ടുള്ള ഇഞ്ചിപ്പുളിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 100 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് തൊലി കളഞ്ഞെടുക്കാം. പിന്നെ ഇവിടെ കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 10-15 ഉണ്ടാവും. ഇനി വേണ്ടത് 4 വലിയ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇഞ്ചി ഇതേപോലെ ചെറുതായി കുനുകുനാന്ന് അരിഞ്ഞെടുക്കാം. ഇനി ചുവന്നുള്ളിയും പച്ചമുളകും ചെറുതായി അരിഞ്ഞ് മാറ്റി വയ്ക്കാം. ഇനി 3 വെല്ലം ശർക്കര എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഉരുക്കിയെടുക്കാം. പിന്നെ വേണ്ടത് പുളിയാണ്. പുളി ഇവിടെ ഒരു ചെറുനാരങ്ങയെക്കാളും കുറച്ചും കൂടി വലുപ്പത്തിൽ എടുത്തിട്ടുണ്ട്. ഇനി പുളിയിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായി പിഴിഞ്ഞ് അരിച്ചിട്ട് എടുക്കാം. ഇപ്പോൾ 2 തവണ വെള്ളം ചേർത്ത് ഇത് പിഴിഞ്ഞ് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, മൺചട്ടി ആയതുകൊണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായി ഇളക്കിയിട്ട് കൊടുക്കാം. ഇതിൽ നിന്ന് ഞാൻ കുറച്ച് കോരി മാറ്റി വയ്ക്കുന്നുണ്ട്. ലാസ്റ്റ് കറിയിൽ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ചട്ടിയിലേക്ക് ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുള്ള ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇനി ഇളക്കി മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് നമുക്ക് 3/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഇളക്കിയെടുക്കാം. ഇനി ഇത് നന്നായി ഫ്രൈ ചെയ്ത് വരുന്ന വരെ നന്നായി ഇളക്കി കൊടുക്കണം. നല്ല ടേസ്റ്റ് കിട്ടാനും ഇത് കേടാവാതിരിക്കാനും ഇത് നല്ലോണം മൊരിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മൂത്ത് വരുന്ന വരെ ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളിവിടെ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളം ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കപ്പും പിന്നെ ഒരു ലേശം കൂടി ഇതിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കിയിട്ട് കൊടുക്കാം. പുളി ചേർത്ത് ഇത് നന്നായി മിക്സ് ചെയ്ത് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ശർക്കര ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി ശർക്കര ചേർത്തിട്ട് നന്നായി മിക്സ് ആക്കിയിട്ടെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് തിളച്ച് കുറുകി വരണ വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇത് തിളച്ച് കുറുകി വരുന്ന സമയം കൊണ്ട് നമുക്കൊരു ലേശം തേങ്ങ ചിരകിയത് വറുത്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ പുളിയിഞ്ചി ഇവിടെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങ വറുത്ത് വെച്ചത് 2-3 ടീസ്പൂൺ തേങ്ങയും കൂടിയും വറുത്തത് ചേർത്ത് കൊടുക്കാം. കൂടുതൽ ചേർക്കണ്ട. ഇനി ഇത് നന്നായി മിക്സ് ആക്കിയിട്ടെടുക്കാം. ഈ സമയത്ത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെക്കുക. ഇനി ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ ഇത് ഒന്നും കൂടിയും തിക്കായിട്ട് വരും. ഇലയിന്ന് ഒഴുകി പോവാത്ത രീതിയിൽ തിക്കായിട്ടായിരിക്കണം ഇത് ഇരിക്കേണ്ടത്. ഇനി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചൂടാറിയതിന് ശേഷം എടുക്കാം. ഇപ്പോൾ ഇത് നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. കണ്ടോ, നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇതേപോലെയാണ് നമ്മുടെ ഇഞ്ചിപ്പുളി ഇരിക്കേണ്ടത്. ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.